أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബയ്യിന ആയത് നമ്പർ 5. അർത്ഥം: ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളവർ തങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിനു ശേഷമല്ലാതെ ഭിന്നിച്ചിട്ടില്ല. ഈ ആയത്തിൻ്റെ വിശദീകരണം തഫ്സീറെ കബീർ അൽ മുസ്ലിമൗദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിശദീകരണത്തിൽ നിന്ന് കേൾപ്പിക്കുന്നതാണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു വിശദീകരണത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഏതൊരു കൂട്ടർക്ക് ഗ്രന്ഥം നൽകിയോ ആ ഗ്രന്ഥം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർ ഭിന്നിച്ചത്, മറിച്ച് അവരുടെ അടുക്കൽ വന്ന ബയ്യിന അതുകൊണ്ടാണ് അവർ ഭിന്നിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ അവരുടെ അടുക്കൽ പ്രവാചകന്മാർ വന്നപ്പോഴാണ് അവർ ഭിന്നിച്ചത് എന്നുള്ളത്. ഇവിടെ അള്ളാഹു ഗ്രന്ഥാനുസാരികളെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അതായത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഈ ലോകത്തുണ്ടായിരുന്ന ഗ്രന്ഥാനുസാരികൾ അവർക്ക് ഒരു വ്യത്യസ്ത യാഥാർത്ഥ്യം അവരിലുണ്ടായിരുന്നു. അതാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ വന്നത് അവരുടെ തെറ്റായ മാർഗങ്ങളെയും തെറ്റായ വിശ്വാസത്തിൽ നിന്നും അവരെ രക്ഷിച്ച് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും സ്വരുക്കൂട്ടുക എന്നതായിരുന്നു വിശുദ്ധ ഖുർആൻ വന്നതിൻ്റെ ഒരു ഉദ്ദേശം. എന്നാൽ അവർ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഫലമെടുക്കുന്നതിന് പകരം സ്വന്തം സംസ്കരണം നടത്തുന്നതിലേക്ക് അല്ലെങ്കിൽ സ്വന്തം സംസ്കരണത്തിലേക്ക് ശ്രദ്ധിക്കുന്നതിനു പകരം അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള തെറ്റായ അധ്യാപനങ്ങളെക്കുറിച്ച് ജാഗരൂകരാകുന്നതിനു പകരം തിരിച്ച് വിശുദ്ധ ഖുർആനിനെതിരെ എതിർപ്പുകൾ പ്രകടിപ്പിക്കാനും വിശുദ്ധ ഖുർആനിനെ എതിർക്കാനും തുടങ്ങുകയാണ് ഉണ്ടായത്. സത്യത്തിൽ നിന്ന് കൂടുതൽ വിദൂരസ്ഥരാവുകയാണ് ചെയ്തത്. അതായത് ഇവിടെ ഈയൊരു ജ്ഞാനം, വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന അധ്യാപനം, ആ ഒരു അധ്യാപനം വരുന്നതിന് മുമ്പ് അവർ ഏതൊരു തെറ്റായ അധ്യാപനത്തിലാണോ അവർ ജീവിച്ചിരുന്നത് അതിനെ നമുക്കൊരു കുറവോ വൈകല്യമോ ആയി കാണാം, മനസ്സിലാക്കാം. എന്നാൽ എപ്പോഴാണോ അവർക്ക് സത്യം ലഭിക്കുന്നത്, ആ സത്യം ലഭിച്ചാൽ പിന്നെ അവർ നേരായ മാർഗത്തിൽ ചൊലിക്കേണ്ടത് നിർബന്ധമാണ്. എന്നാൽ ശരിയായ അധ്യാപനം വന്നപ്പോൾ, നേരായ അധ്യാപനം അവർക്ക് വന്നു കിട്ടിയപ്പോൾ, സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവർ സത്യത്തിനെതിരെ ചലിക്കാനാണ് തുടങ്ങിയത്, സത്യത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവർ വിശുദ്ധ ഖുർആനിന് മുമ്പ് വെളിപാട് ഉണ്ടാകാവുന്നതാണ് എന്ന് പറഞ്ഞവരാണ്. മാത്രമല്ല അവർ പറഞ്ഞിരുന്നു, മനുഷ്യന് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാവുന്നതാണ്, നബിയും റസൂലും ഉണ്ടാകേണ്ടതാണ് എന്നെല്ലാം പറഞ്ഞവരാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ വന്നപ്പോൾ അവർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനു ശേഷം ഒരു നബിയും ഇനി വരാനില്ല എന്ന് ശക്തമായി പറയാൻ തുടങ്ങി.
എന്നാൽ പണ്ട് യഹൂദികൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവചനമനുസരിച്ച് ഒരു അസ്തിത്വം വരാനുണ്ടെന്നും ആ വരുന്ന വ്യക്തി ശരീഅത്ത് സ്വന്തം കയ്യിൽ വെക്കുമെന്നൊക്കെ ശക്തിയോടെ വിശ്വസിച്ചവരാണ്. അതുപോലെ ക്രിസ്ത്യാനികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് വരവിന് മുമ്പ് ഹസരത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആദ്യത്തെ വരവിനും ഹസരത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെയും ഇടയിൽ മധ്യത്തിൽ ഒരു പരിശുദ്ധാത്മാവ് വരാനുണ്ടെന്ന് വിശ്വസിച്ചവരാണ്. ഇത് അവരുടെ ബൈബിളിൽ തന്നെ യോഹന്ന വോള്യം 16 വചനം 1 മുതൽ 15 വരെ, അതുപോലെ തന്നെ ലൂക്ക 24 ഭാഗത്തിൽ 49 വചനത്തിൽ ഇക്കാര്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹസരത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹസരത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും പ്രവചിച്ച ആ വാഗ്ദത്ത പുരുഷൻ വന്നപ്പോൾ അവർ പറഞ്ഞു, ഒരു പരിശുദ്ധാത്മാവും ഇനി വരാനില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തെ, ഏതൊരു അനുഗ്രഹം മുൻ പ്രവാചകന്മാരുടെ പ്രവചന പൂർത്തീകരണമനുസരിച്ച് ഹസരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ അള്ളാഹു അയച്ചുവോ ആ സത്യത്തെയും ഹിദായത്തിനെയും അവർ സ്വീകരിക്കുന്നതിന് പകരം മുൻപ് അവർ സ്വീകരിച്ചുവെന്ന സത്യത്തെ പോലും അവർ കൈവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ അതിനെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.